സഖ്യമുണ്ടാക്കി കിങ്ങിണിക്കുട്ടന്മാർ. ഒരു ശരാശരി മലയാളിക്ക് കിങ്ങിണിയെന്നും കിങ്ങിണിക്കുട്ടനെന്നും കേട്ടാൽ ആദ്യം ഓർമ്മ വരുന്നത് എസ് രമേശൻ നായരെയോ അദ്ദേഹം രചന നിർവഹിച്ച ശതാഭിഷേകം നാടകമോ അല്ല, മറിച്ച് കെ മുരളീധരനെയാണ്. 3 പതിറ്റാണ്ടിന് മുമ്പ് ഇന്ന് ചാണ്ടി ഉമ്മൻ പറയുന്നത് പോലെയുള്ള അപക്വമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്ന കെ മുരളീധരന് വീണ വിളിപ്പേരായിരുന്നു കിങ്ങിണിക്കുട്ടൻ. ആ പഴയ കിങ്ങിണിക്കുട്ടൻ്റെ റോളിലേക്ക് ചാണ്ടി ഉമ്മൻ എത്തുന്നത് കണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇറക്കിയിരുന്നു. പഴയ കിങ്ങിണിയും പുതിയ കിങ്ങിണിയും എന്ന തലക്കെട്ടോടെ അഡ്വക്കേറ്റ് ജയശങ്കറിനോട് പകപോക്കാൻ എന്നോണം ഇതാ ഇവിടെ ഒരു കിങ്ങിണിക്കുട്ടൻ സഖ്യം രൂപം കൊണ്ടിരിക്കുകയാണ്. കിങ്ങിണിക്കുട്ടന്മാർ സമാനമനസ്കരും ദുഃഖിതരുമാണ്. രണ്ടുപേരും മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ. രണ്ടുപേർക്കും അർഹമായ പരിഗണനകൾ കിട്ടുന്നില്ല എന്ന പരാതിയുള്ളവർ. രണ്ടുപേരും കൂടെ നിൽക്കുന്നവർ തങ്ങൾക്കിട്ട് അറിഞ്ഞു പണിയുന്നു എന്ന ചിന്താഗതിയുള്ളവർ. നേതൃത്വത്തോട് കലിപ്പുള്ളവർ. അപ്പോൾ അവർ തീരുമാനിച്ചു പരസ്പരം താങ്ങും തണലുമായി വർത്തിക്കാൻ. പിടിച്ചു നിൽക്കേണ്ടേ? പാലക്കാട് തന്നെ അടുപ്പിച്ചില്ല എന്ന് പറഞ്ഞ് ചാണ്ടി ഉമ്മൻ പരാതി പറഞ്ഞപ്പോൾ അത് മോശമായി പോയി, ചാണ്ടിക്കുഞ്ഞിനെ വിഷമിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് കെ മുരളീധരൻ ചാണ്ടി ഉമ്മന്റെ രക്ഷയ്ക്കെത്തിയിരുന്നു. കടുത്ത അവഗണന നേരിടുമ്പോൾ എന്നാലാകുന്ന സഹായം എന്ന നിലയിലാണ് ഈ വരുന്ന ഡിസംബർ 23 തിങ്കളാഴ്ച തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ നടക്കുന്ന ലീഡർ കെ കരുണാകരൻ അനുസ്മരണത്തിൽ മുഖ്യ പ്രാസംഗികനായി ചാണ്ടി ഉമ്മന് ഇത്തവണ അവസരം കൊടുത്തത്. ആര്? സാക്ഷാൽ കെ മുരളീധരൻ. കോൺഗ്രസിലെ പല തലമൂത്ത നേതാക്കൾ ഉണ്ടായിരുന്നിട്ടും അവർക്കാർക്കും നൽകാത്ത ഒരു പ്രാധാന്യമാണ് ചാണ്ടി ഉമ്മന് ഇത്തവണ കെ മുരളീധരൻ നൽകിയിരിക്കുന്നത്. കൊച്ചു കിങ്ങിണി എന്താണ് ലീഡറെ കുറിച്ച് ഇത്തവണ പറയുന്നത് എന്ന് കേൾക്കുവാനുള്ള ആകാംക്ഷയിലാണ് അണികൾ. പക്ഷേ ജനങ്ങൾക്ക് ഈ പുട്ടിലൊന്നും വലിയ താല്പര്യമില്ല. ഹരിപ്പാട് ഇനി നിന്നാൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടുമോ എന്നുറപ്പില്ലാത്ത സ്ഥിതിയായിരിക്കെ മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കുവാനുള്ള മുടിഞ്ഞ ശ്രമത്തിലാണ് രമേശ് ചെന്നിത്തല. അതിൻ്റെ ഭാഗമായാണ് പെരുന്നാപ്പോപ്പുമായി അടുക്കുവാനുള്ള ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങൾ. ഇത്തവണ മന്നം അനുസ്മരണത്തിന് മുഖ്യാതിഥിയായി തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 11 വർഷമായി തുടർന്നു വന്നിരുന്ന NSS നേതൃത്വവുമായുള്ള ആ അകൽച്ച മാറി എന്നതിൻ്റെ ലക്ഷണമാണ് ഇതെന്നാണ് രമേശ് പക്ഷം പറയുന്നത്. രമേശിനെ താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞ് സുകുമാരൻ നായർ വന്നപ്പോൾ അന്ന് രമേശ് ചെന്നിത്തല തിരിഞ്ഞു നിന്ന് നടത്തിയ പ്രസംഗം ഇപ്രകാരമായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി എൻ്റെ സെക്കുലർ ക്രെഡൻഷ്യൽസിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ആസൂത്രിതമായ ഗൂഢാലോചന നടന്നു വരുന്നതായി ഞാൻ സംശയിക്കുന്നു. ഇത് ഞാൻ നേരത്തെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴും അത് തുടരുമ്പോൾ എൻ്റെ സംശയം കൂടുതൽ ബലപ്പെടുകയാണ്. എൻ്റെ നിലപാടുകൾ സുവ്യക്തമായിരിക്കെ NSS ജനറൽ സെക്രട്ടറിയുടെ പ്രസംഗത്തിൽ എന്നെ വലിച്ചിഴക്കേണ്ട കാര്യമില്ല. ഒരു പൊതുനയം എന്നുള്ള നിലയിൽ സാമൂഹ്യ സാമുദായിക സംഘടനകളും അതിൻ്റെ നേതാക്കളും അവരുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നത് ഉചിതമല്ല. കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഒരിക്കലും അഭികാമ്യവുമല്ല. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം ഞാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ മന്ത്രിസഭയിലേക്ക് ഇല്ല. അതോടെ പെരുന്നാപ്പോപ്പിന് സമാധാനമായി. ഇപ്പോൾ പ്രായമായപ്പോൾ പഴയതെല്ലാം മറന്നുപോയത് കൊണ്ടാവണം സുകുമാരൻ നായർ വീണ്ടും വെട്ടിൽ വീണത് മന്നം ജയന്തിക്ക് മുഖ്യാതിഥിയായി ചെന്നിത്തലയെ ക്ഷണിച്ചത്. കണിച്ചുകുളങ്ങര പോപ്പ് സരീനെ പിടിച്ച് അടുത്തിരുത്തി കോൺഗ്രസിനെ വിരട്ടിയത് നിങ്ങളാരും മറന്നിരിക്കുവാൻ ഇടയില്ല. എന്നിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു എന്നും നാം കണ്ടതാണ്. അതുപോലെ പെരുന്നപ്പോപ്പിൻ്റെ തിട്ടൂരമെല്ലാം അങ്ങ് ചങ്ങനാശ്ശേരിയിൽ മാത്രമേ വിലപ്പോകൂ. അത് കേരള രാഷ്ട്രീയത്തിൽ വിലപ്പോകില്ല എന്ന് പെരുന്നപ്പോപ്പൊഴികെ എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. എന്തായാലും കിങ്ങിണിക്കുട്ടന്മാരും ചെന്നിത്തകളുമൊക്കെ കളത്തിലിറങ്ങി പണി തുടങ്ങിയതുകൊണ്ട് പിണറായി ഇരുന്ന് ചിരിക്കുകയാണ്. മൂന്നാമത് വിമന്മാർ എനിക്ക് അവസരം തന്നേ അടങ്ങൂ എന്നും പറഞ്ഞ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.